ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കോംബോ ആണ്. ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി രാത്രിയെ പുതിർത്തി വെച്ച ഗ്രീൻ പീസാണിത്. അതിലേക്ക് നമുക്ക് ഒരു സവാളയും പിന്നെ വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതൊക്കെ ഈ ഗ്രീൻ പീസിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്നിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സാക്കി നമുക്കത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. പിന്നെ അതിന് വേണ്ടി അരച്ചെടുക്കുന്നതിനാണ് 1 കപ്പ് തേങ്ങയും ഒരു ചെറിയ 1/2 ടീസ്പൂണ് ജീരകവും വലിയ ജീരകവും ചേർത്ത് ഒന്ന് അരച്ച് നന്നായി അരച്ച് വെക്കുക. പിന്നെ ഇതാ കുക്കറിൽ നമ്മൾ ഗ്രീൻ പീസൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് അരച്ച തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കത് കറി ഒന്ന് കാച്ചിയെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉള്ളിയും ചേർത്ത് പിന്നെ ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിൽ തക്കാളിയൊന്നും വേണ്ട, അതുപോലെ കൂടുതൽ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ വളരെ എളുപ്പത്തിലാക്കാനും പറ്റുന്ന കറിയാണ്. ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ തിളച്ച് വന്ന കറി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഈ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തത് കറിയിൽ കുറച്ചൊരു കളറ് മാറ്റം ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ നമുക്കിനി ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ല തിക്കായ നല്ല കറിയാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. ഗ്രീൻ പീസ് കറി എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ആക്കി നോക്കുക. വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ദോശക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് ദോശയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ചെറിയ ചെറിയ ദോശയാണ് ആക്കിയെടുത്തത്. ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തത്. അതും ഒരു 3-4 മണിക്കൂർ മുമ്പേ പുതിർത്തി വെച്ചതാണ്. അത് നല്ലോണം കഴുകിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും 1/2 കപ്പ് ചോറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ സവാളയുടെ കഷ്ണവും അതുപോലെ ചെറിയ ജീരകവും ആണ് ഞാൻ ചേർത്തെടുത്തത്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കതൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ അത് മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കുക. ഇത് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് വരുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ വെള്ളം ഒഴിച്ച് അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഈ അരച്ച മിക്സ് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. ഇത് കുറച്ച് കട്ടിയാണുള്ളത്. ഇപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് നേർപ്പിച്ചെടുക്കുക. നന്ന കട്ടിയാകാൻ പാടില്ല, അതുപോലെ നന്ന ലൂസാകാനും പാടില്ല. ഈ ഒരു രൂപത്തിലെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് മിക്സാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ചെറിയ ചെറിയ ദോശയാണ് ആക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ പത്തലൊക്കെ ഉണ്ടാക്കുന്ന ഓടാണ് വെച്ചത്. അതിലേക്ക് 2-3 ഇതുപോലെ ചെറിയ ചെറിയ ദോശ ആക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ നിന്ന് ദോശയൊക്കെ ചുട്ട് പെട്ടെന്ന് ഒഴിവായി കിട്ടും. ഒന്നാമത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ ദോശയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാനും പറ്റും. പെട്ടെന്ന് ദോശ ആവും. ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കുക. പിന്നെ അതിൽ ചുട്ടെടുത്തതിന് ശേഷം ഇത് കുറച്ച് കട്ടി തേങ്ങാപ്പാലും കുറച്ച് മിൽമ-ഗീയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് മിക്സാക്കിയതാണ്. അതിലേക്ക് നമുക്ക് ഈ ദോശ ഓരോന്നും മുക്കി ഇതുപോലെ മുക്കിയെടുക്കുക. അപ്പം നല്ല ദോശ നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. നല്ല ഗീയും തേങ്ങാപ്പാലിൻ്റെ ഒക്കെ മണമെല്ലാം ആയിട്ട്
നല്ല സോഫ്റ്റായ നല്ല ദോശയാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.